നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായാൽ കോൺഗ്രസ് വിയർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ജാമ്യം കിട്ടാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന വകുപ്പുകളാണ് ആ പെൺകുട്ടിയുടെ പരാതിയിൽ, യുവതിയുടെ പരാതിയിൽ പോലീസ് എടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴി മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ നൽകുന്നുമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഉടൻ തന്നെ നടന്നു വരികയാണ്. ഉടൻ തന്നെ ഏതായാലും ഇന്ന് തന്നെ ഒരുപക്ഷെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസ് വല്ലാത്ത ഒരു നാണക്കേടിലേക്ക് നിബന്ധിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ ഈ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ വളരെ കൃത്യമായൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. ഈ പെൺകുട്ടികൾ പരാതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കോൺഗ്രസിലെ പല നേതാക്കൾക്കും അറിയാമായിരുന്നു. എന്നാൽ അവരെല്ലാവരും വളരെ ലാഘവത്തോടെ ഈ വിഷയം എടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ ചിലർ പിന്തുണച്ചു, ചിലർ പിന്തുണയ്ക്കാതെ ഇരുന്നു, ചിലർ മൗനം പാലിച്ചു. ആ അവസ്ഥയിലേക്ക് കോൺഗ്രസിൽ പല അഭിപ്രായങ്ങളും പല ചിന്തകളുമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ചുണ്ടായത്. ഒരു ഏകരൂപമായ, ഐക്യരൂപമായ, യൂണിഫോം ആയിട്ടുള്ളൊരു അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ, ഈ വിവാദത്തിൽ കോൺഗ്രസിൽ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ആ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയാണത്. ശരിക്കും ആ പ്രതിസന്ധിയെ മുതലെടുക്കാൻ CPM-നും പിണറായി വിജയനും സാധിച്ചു. അതുകൊണ്ടാണ് കൃത്യസമയത്ത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കത്തി നിൽക്കുമ്പോൾ, അതുകൊണ്ട് CPM പരിക്കേൽക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇത്തരത്തിലൊരു പരാതി വരുന്നതും ആ പരാതി കേസാക്കി രജിസ്റ്റർ ചെയ്യുന്നതും പിന്നെ അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വരുന്നതും, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകേണ്ടി വരുന്നതും, ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് വരെ, ഈ ഡിസംബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം തള്ളിക്കൊണ്ടു പോകാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ ഒന്ന് പ്രതിരോധത്തിലാക്കുക എന്നുള്ള തന്ത്രം കൃത്യമായിട്ട് അവിടെ CPM പ്രയോഗിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് അവരുടെ ജോലിയാണ്. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് ഭരണപക്ഷത്തിൻ്റെ ജോലി, ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെയും ജോലി. അതാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുക. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായാൽ അത് വലിയ ഒരു പ്രതിസന്ധി എന്ന് മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരും. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാന കാരണം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ അപ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? കാരണം ഇതിനു മുമ്പ് വിൻസെൻ്റ് MLA അദ്ദേഹത്തിൻ്റെ ബലാത്സംഗ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അപ്പോൾ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചില്ല, കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ മുകേഷ് ഇപ്പോഴും CPM-ൻ്റെ MLA ആണ്. അദ്ദേഹത്തിനെതിരെ നിലനിന്നത് ബലാത്സംഗ കുറ്റമാണ്. കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹവും രാജിവെക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് രാജിവെപ്പിക്കുക? എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുക? എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെയും ഇതുപോലെ ബലാത്സംഗ കുറ്റമാണ് വന്നത്. അദ്ദേഹത്തിനെതിരെയും അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. അദ്ദേഹത്തെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹവും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഇതെല്ലാം ബാധകമാകുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം കോൺഗ്രസ് ഉയർന്നു വരുമ്പോഴാണ് ഈ വ്യതിരിക്തത, ആ ഒരു ഡിവിഷൻ, ആ ഒരു വൈഡ് ശരിക്കും കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാകുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പ്രാപ്തിയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ഈ ആരോപണം ഉയർന്നു വന്നപ്പോഴെല്ലാം കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും പോലുള്ള നേതാക്കളാണ് കൃത്യമായി ഇത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചത്, നിലപാട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴും പാർട്ടി പിടിച്ചു നിൽക്കുന്നതെന്നാണ് പലരും പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായാൽ, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ അത് കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഈ ഹൈക്കോടതിയിലിരിക്കുന്ന ജാമ്യാപേക്ഷയെ അധികരിച്ചിരിക്കും കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, മുന്നോട്ടുള്ള നീക്കങ്ങൾ. ഏതായാലും രാഹുൽ മാങ്കൂട്ടം കേരളത്തിന് പുറത്തുള്ള അദ്ദേഹം അറസ്റ്റിന് വഴങ്ങാൻ സാധ്യതയില്ല ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി വരുന്ന കാലത്തോളം, വരുന്നത് വരെ. ഏതായാലും വിധി വരികയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ഊരിപ്പോരുക അത്ര എളുപ്പമല്ല.